ബലാത്സംഗ കേസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയും ഈ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പ്രതികളാവുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി സഹോദരിമാരെ വരെ റേപ്പ് ചെയ്ത കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കുഞ്ഞ് മനസ്സിൽ തന്നെ ഈ ഒരു ലൈംഗികമായിട്ട് അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്ന് തോന്നുന്നതിൻ്റെ ഒരു ഘടകം എന്താണ്? അതിലൊരു പരിധിവരെ ഇന്നത്തെ സോഷ്യൽ മീഡിയ എക്സ്പോഷർ ഭയങ്കര ഫാക്ടറാണെന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ പണ്ട് ഒരു 18 ആയിട്ടുള്ള ആളുകൾക്ക് വരെ അല്ലെങ്കിൽ കല്യാണം കഴിയുന്ന സമയത്തായിരിക്കും പലരും സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇന്നത്തെ ഒരു ഇതിൽ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നത് ലിമിറ്റഡ് ആണ്. അതായത് അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ അന്നത്തിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോഴല്ലേ സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ലെവൽ, അതായത് പണ്ട് നമുക്ക് ചിലപ്പോൾ ബോഡി ഓർഗൻസ് മാത്രം പറഞ്ഞു തന്നെ രീതിയിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ടെക്നോളജിയിൽ അവർക്ക് അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഓരോ കുട്ടിയുടെയും ഡിഫറൻസസ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ കുട്ടി എത്രത്തോളം ഫോണിനോട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അവന് ആ ഒരു രീതിയിൽ സെക്സ് എഡ്യൂക്കേഷൻ ചിലപ്പോൾ കൂടുതലായിട്ട് കിട്ടേണ്ടി വരുമായിരിക്കും. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മളിപ്പം എല്ലാ പാരൻസും ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെ എല്ലാ എന്താ പറയുക, ഇപ്പം സ്പോർട്സിന് അത് ചേർക്കുക, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് ചേർക്കുക, അങ്ങനെ പല തരത്തിൽ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബേസിക് ആയിട്ടുള്ളതാണ് ഈ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നതായാലും അതുപോലെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതായാലും. അപ്പോൾ അതിലും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട് പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളത് തന്നെയാണ്, അതായത് ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് ഈസ് യുവർ കിഡ് എന്നുള്ളത് നിങ്ങളുടെ എൻവയോൺമെൻറ്റും നിങ്ങളുടെ പാരൻറ്റിങ്ങിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കാണ് അവരെ കൂടുതൽ അറിയുക. ഇഫ് യു നോ ഒബ്സർവ് ദം, അതായത് എല്ലാം പ്രൊഹിബിറ്റഡ് ആക്കിയിട്ട് അവരെ ജീവിപ്പിക്കാൻ പറ്റില്ല, അവർ റിയൽ വേൾഡിലേക്കാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടിയുടെ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണൽ ഇഷ്യൂ ആയിട്ട് അവർ ഭയങ്കരമായിട്ട് വിത്ഡ്രോൺ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ അവരോട് സംസാരിക്കുക. ചിലപ്പോൾ കുട്ടികൾ അതിനോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വാങ്ങിക്കുന്നതിലൂടെ അവരുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ചിലപ്പം ഇപ്പം നമ്മൾ കാണുന്ന പോലെ വലിയൊരു കൊലപാതകമൊന്നും ആവണമെന്നില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ അബൺമെന്റ് ഇഷ്യൂസ് ആയിട്ടായിരിക്കാം, റിജക്ഷൻ ഇഷ്യൂസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എമ്പതി ഇല്ലാതെ ആയിട്ടായിരിക്കാം, പല രീതിയിൽ അത് റിഫ്ലക്ട് ചെയ്യുമല്ലോ. അപ്പം അത് ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വീട്ടിലെ പേരൻസ് തമ്മിലുള്ള ഇഷ്യൂസ് കണ്ടുവരുന്ന മക്കൾക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ട്രോമയായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളൊരു സാധനം. അതുപോലെ തന്നെ ഈ സ്കൂൾ ടൈമിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള മോശം അനുഭവങ്ങൾ അത് ട്രോമയായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല ഘടകങ്ങളാണ് നമ്മുടെ കുട്ടികളെ ഭയങ്കര ഡൗൺ ആക്കുന്നതും ഈ രീതിയിൽ അക്രമത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും? അതിൽ ബേസിക് ആയിട്ട് ഇപ്പം കപ്പിൾ റിലേറ്റഡ് ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളുടെ മുന്നിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പരസ്പരം വഴക്കുണ്ടാക്കുന്നതും, അല്ലെങ്കിൽ അമ്മ അച്ഛൻ്റെ കുറ്റം പറയുന്നു, അച്ഛൻ അമ്മയുടെ കുറ്റം പറയുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദ കിഡ്, മേക്ക് ദം ഫീൽ ദാറ്റ് ഓക്കെ ഹോം ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ പൊതുവെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ പാരൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ അതായത് ഇങ്ങനെ ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടിയതും ടീച്ചേഴ്സ് കാരണം ഇഷ്യൂസ് ഉണ്ടായ എല്ലാ കുട്ടികളും അതിനെ ട്രോമ എന്ന് പറയുന്നില്ല. അത് ഓരോ കുട്ടിയുടെയും എബിലിറ്റി ടു ഡീൽ ദാറ്റ് സ്ട്രെസ്, അത് അവിടെയാണ് അഡ്വേഴ്സിറ്റി ക്വസ്റ്റ്യൻ വരുന്നത്. അതിനെ ഡിഫറെൻ്റ് ചെയ്ത് ഇരിക്കും. ഇപ്പോൾ ഒരു സിംഗിൾ ഇവൻ്റ് തന്നെ ചിലർക്കത് ഭയങ്കര ട്രോമയായിരിക്കും, ചിലവരത് ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യും, ചിലർക്ക് വിഷമമുണ്ടാവും, അത് മാനേജ് ചെയ്യുന്നവരുണ്ട്. അപ്പം ആ കുട്ടിയുടെ ആ റെസിലിയൻസ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പാരൻസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ കുട്ടികളായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക. അതായത് അവർ അൺകംഫർട്ടബിൾ ആവുക എവിടേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴും നമുക്ക് അവരുടെ പുറകെ പോകാൻ പറ്റില്ല. അപ്പോൾ എവിടെ വെച്ച് അവർക്ക് അൺകംഫർട്ടബിൾ ആയാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും ദേ ക്യാൻ കണക്ട് അസ് എന്നുള്ളൊരു സ്ട്രോങ് ബോണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.